വാശിയേറിയ പോരിനാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂർ പിന്നീട് മുമ്പേ പ്രതീക്ഷകളുടെ വോട്ട് കണക്കുമായി എല്ലാ മുന്നണികളും രംഗത്തെത്തിയിട്ടുണ്ട്. കണക്കിൻ്റെ ബലത്തിലാണ് ജയിക്കുമെന്ന സ്ഥാനാർത്ഥികളുടെ അവകാശവാദം. അപ്പോഴും പോളിംഗ് ശതമാനത്തിൽ ഇപ്പോൾ തുടരുന്ന ഒരാശയക്കുഴപ്പം അതവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. മുന്നണികളുടെ കൂട്ടലും കിഴിക്കലും എങ്ങനെയാണ് എന്നുള്ള കാര്യം ശ്രീകുമാരൻ കൂടി നമ്മളോട് വിശദീകരിക്കും പാലക്കാട്ട് നിന്ന്. ശ്രീത്ത്, നമുക്കറിയാം അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് നടന്നത്. അതിനിടയിലേക്ക് കയറി വന്ന ചില വിവാദങ്ങൾ, അത് വലിയ ചർച്ചയായി മാറുന്നത് സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്തേക്കാളൊക്കെ അപ്പുറം വിവാദങ്ങളുടെ പരമ്പര തെരഞ്ഞെടുപ്പിൽ കാണുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനൊപ്പം തന്നെ ആ മണ്ഡലത്തിലെ വിഷയങ്ങൾ അതുണ്ടാക്കിയിരുന്ന ചില അടിയൊഴുക്കുകളുണ്ട്. ആ അടിയൊഴുക്കുകളെയൊക്കെ ഇങ്ങനെ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വിലയിരുത്തലിലേക്ക് മുന്നണികൾ കടക്കുന്ന ഘട്ടത്തിൽ മുന്നണികളുടെ പ്രതീക്ഷ, ആ അടിയൊഴുക്കുകൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷ ക്യാമ്പുകൾ എത്രത്തോളം വെച്ച് പുലർത്തുന്നുണ്ട് ശ്രീത്? ടി കെ, ഇക്കാര്യത്തിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നു എന്നാണ് പാലക്കാട്ടെ ഈ പോളിംഗ് കഴിഞ്ഞിട്ടും ഇവിടെ തുടരുന്നൊരു വസ്തുത. അതാണ് നമ്മൾ രാവിലെ ഡോക്ടർ സരിനോട് സംസാരിച്ചിരുന്നു, അത് കഴിഞ്ഞ് CPM ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു. രണ്ടുപേരും പറയുന്ന കണക്ക് ഏതാണ്ട് ഒരുപോലുള്ള കണക്കാണ്. സരിൻ പറയുന്നത് 50,000-ലധികം വോട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈസിയായി വിജയിച്ചു കയറാമെന്നാണ്. അത് സരിൻ പറയുന്നത് 50,000-ഓളം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, കൂടാതെ നിഷ്പക്ഷമായ ഏതാണ്ട് 5,000-ൻ്റെയും 7,000-ൻ്റെയും ഇടയിൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ചില കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ BJP-ക്കാരും ഒക്കെ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സരിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കൂടാതെ കോൺഗ്രസിൻ്റെ ഒരു കണക്ക് കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും ചെറിയ ലീഡ് എടുക്കുകയും പ്രായരി പഞ്ചായത്തിൽ ഏതാണ്ട് 6,000-ലധികം വോട്ടിന് ലീഡ് വരികയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നഗരസഭയിൽ BJP-ക്ക് ഒപ്പത്തിനൊപ്പം പിടിക്കുക, അതായത് പാലക്കാട് നഗരസഭയിൽ BJP-യുടെ ലീഡ് ക്രമാനുഗതമായി തങ്ങൾക്ക് കുറയ്ക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവർ പറയുന്നത് നഗരത്തിലെ BJP കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കുറവാണ് എന്നാണ് അവരൊരു അവകാശവാദം. BJP ആകട്ടെ ഇപ്പോഴും വളരെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അവർ കൃത്യമായി പറയുന്നത് നഗരത്തിലെ പൂർണ്ണമായി തങ്ങളുടെ ബെൽറ്റുകളിലെ വോട്ടുകൾ പൂർണ്ണമായി തങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മൂത്താന്തറയായിക്കോട്ടെ അല്ലെങ്കിൽ വടക്കന്തറയായിക്കോട്ടെ, അങ്ങനെ സകല മേഖലയിലും വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. ജൈനിമേട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കൃത്യമായ രീതിയിലുള്ള വോട്ടുകൾ വന്നിട്ടുണ്ട്. ഇതുകൂടാതെ പ്രധാനമായും അവർ എടുത്തു പറയുന്ന കാര്യം, ഇതിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ചെറിയൊരു ശതമാനം വോട്ടുണ്ട്. അത് പൂർണ്ണമായി UDF-ന് പോയിരുന്ന വോട്ടായിരുന്നു. അതിലൊരു 50%-ലധികം വോട്ട് തങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ചില സഭാ നേതൃത്വങ്ങളുമൊക്കെയായി സംസാരിച്ച്, കേന്ദ്രമന്ത്രിമാരടക്കം സംസാരിച്ച് കൃത്യമായ രീതിയിൽ തങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടലും കിഴിക്കലുമായി മൂന്ന് മുന്നണികളും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ആരായിരിക്കും 2ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ആരായിരിക്കും 3ാമത്, ആരായിരിക്കും 1ാമത് എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ആശങ്കയുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഇപ്പോഴും ചെറിയ തോതിലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ആശങ്കയുണ്ട്. കണ്ണാടി പഞ്ചായത്തും മാത്തൂർ ഗ്രാമപഞ്ചായത്തും ഇക്കാര്യത്തിൽ ഗതി നിശ്ചയിക്കും. അതിൽ CPM പിടിക്കുന്ന വോട്ടുകൾ നിർണായകമായിരിക്കും. പക്ഷേ സ്ഥാനാർത്ഥി സരിൻ വലിയ ആത്മവിശ്വാസത്തിലാണ്, സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെ എല്ലാവരും ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. ശരി, ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.